റിവൈവൽ ഫയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അധികാരികൾക്ക് വിധേയപ്പെട്ട് ഒരു വർഷം ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഓടി നടന്ന ധ്യാനങ്ങളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചിരുന്ന തീക്ഷ്ണമതിയായ വൈദികൻ വിശ്രമത്തിലും ഏകാന്തതയിലും ചെലവഴിക്കുക എന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത്രയേറെ വേദന നിറഞ്ഞ അനുഭവത്തിലും ശാന്തത കൈവിടാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ ശക്തിപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരിസ്മാനിൽ എന്നെ ബാംഗ്ലൂരിൽ വിട്ട കാലം ഒരു പ്രഭാതത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഞാൻ കരിസ്മാറ്റിക് ആയപ്പോൾ മുതൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പേഴ്സണൽ പ്രെയർ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന, അത് വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛൻ ഇങ്ങനെ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ വേദന എല്ലാം കൊണ്ട് എങ്ങനെ പോകുന്നു, ഈ ശക്തി അവിടെ നിന്ന് കിട്ടുന്നു? ഇങ്ങനത്തെ മെത്രാന്മാരും കർദിനാളന്മാർ വരെ എൻ്റെ റൂമിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്? പ്രിയമുള്ള എൻ്റെ ശക്തിയുടെ സ്രോതസ്സ് ഒന്ന് പരിശുദ്ധാത്മാവ്. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തി എന്നിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ ശക്തി എൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയാണ്. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലാത്തൊരു ശക്തിയാണ്. ഞാൻ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉള്ളവനല്ല. ബ്രഹ്മചര്യം. എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മചര്യം പാലിക്കുന്നു? വചനം പ്രഘോഷിക്കുവാൻ, കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുവാൻ. ഞാനൊരു ഭാര്യയും മക്കളുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയം വിഭജിച്ചു കൊടുക്കണമായിരുന്നു. ഇത് അവിഭാജ്യമായ ഹൃദയത്തോടെ ഈശോയ്ക്ക് പൂർണ്ണമായി 100% വിട്ടുകൊടുത്ത് എനിക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അഭിഷേകം നിശ്ചയമായിട്ടും സെക്ച്വലായിട്ട്, ശാരീരികമായിട്ട്, ജഡികമായ പ്രവണതകളും ആശകളൊക്കെ വരും. അതെല്ലാം ഈശോയുടെ കുരിശിൽ അർപ്പിക്കുമ്പോൾ അതെല്ലാം ശക്തിയായി മാറും ജനങ്ങൾക്ക് സേവനം ചെയ്യുവാൻ. ബാംഗ്ലൂരിലെ പ്രാർത്ഥനാ ജീവിതത്തിനും വിശ്രമത്തിനും ശേഷം കൂടുതൽ വിശാലവും ശക്തവുമായ ശുശ്രൂഷകൾക്കായി പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ നിയോഗിച്ചു. കേരളത്തിലെ പ്രവർത്തനങ്ങൾ തടയപ്പെട്ടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാനുള്ള ദാഹവുമായി കാത്തിരുന്ന അച്ഛൻ പിന്നീട് അയക്കപ്പെട്ടത് യൂറോപ്പിലേക്കാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കാരിഷ് ഫാമിലിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആ സംഭവമാണ് എന്നെ വിദേശത്തേക്ക് നയിക്കുവാനിടയാക്കിയത്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു വർഷം ധ്യാനങ്ങളൊക്കെ അധികം കൊടുക്കാതെ വിശ്രമം എന്ന് പറഞ്ഞ എൻ്റെ അധികാരികൾ അവിടെ താമസിപ്പിച്ച അവസരത്തിൽ ആണ് വിദേശത്തേക്ക് പോകാനുള്ള വിളിയുണ്ടാകുന്നത്. എന്നെ അന്നത്തെ മദ്രാസിലെ ബിഷപ്പായിരുന്ന, ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം എന്നെ വിളിച്ചു. ജൂലൈ 3-ാം തീയതി ഒരു ബലി അർപ്പിക്കാനും ഒരു പ്രസംഗം പറയുവാനും. ആ പ്രസംഗത്തിന് ശേഷം അന്ന് അവിടെ സന്നിഹിതരായിരുന്ന 40 ജർമ്മൻകാരൻ്റെ അടുക്ക് വന്ന് തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വലിയ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടായി. അവരവിടെ വെച്ച് തന്നെ എന്നെ വിളിച്ചു യൂറോപ്പിലേക്ക്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് വരെ എനിക്ക് യൂറോപ്പിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന പരിപാടി എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞവർ എഴുതി, കേരളത്തിൽ വന്നു, 1-2 ധ്യാനം കൂടി, പല സ്ഥലങ്ങളിലും പോയിട്ടും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടില്ല. ആ അരമണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഭവം. അച്ഛൻ കണിശമായും വരണമെന്ന്. എൻ്റെ അധികാരികൾ എന്നെ വിടാൻ സംശയിച്ചു. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല, ജർമ്മൻ ഭാഷ. അതുകൊണ്ട് ഞാൻ ചോദിച്ചോ പറഞ്ഞു, പറ്റില്ല. ഞാൻ ഏറെ കർത്താവിനടുക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഭാഷ ഒരിക്കലും നിനക്ക് ഒരു അതിർത്തി വരമ്പായിരിക്കില്ല, പോകൂ. അപ്പോൾ കർത്താവിനെ കാണിച്ചു തന്നു മരുഭൂമി പോലെ ഉള്ള യൂറോപ്പ് എന്ന് പറഞ്ഞാൽ സന്യാസ ഭവനങ്ങൾ, സെമിനാരികൾ, പള്ളികൾ ശൂന്യമായി കിടക്കുന്നു. ധാരാളം ആളുകൾ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രസംഗിക്കാൻ ആളില്ല. കേരളത്തിലോ ധാരാളം പേർ പ്രസംഗിക്കാൻ, ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, പോകൂ, ഞാൻ നിന്നോട് കൂടി ഉണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചു പോകുന്നു. ആദ്യം ധ്യാനിപ്പിച്ചപ്പോൾ വെറും 56 പേരേ ഉണ്ടായിരുന്നുള്ളൂ. വിചാരിച്ചറിയാമായിരുന്നു ഞാൻ കേരളത്തിലെ ഏറെ പേർക്ക്, 100 കണക്കിനും 1000 ആളുകൾക്ക് കൺവെൻഷൻ കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ, 56-ന് ഒരു 2 പൂജ്യം കൂടെ
ഓരോ ജർമ്മൻകാരനെയും 100 കൊണ്ട് അങ്ങ് ഗുണിച്ചിട്ട് 5600 പേരുള്ളതായിട്ട് സങ്കല്പിച്ചോളാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ധ്യാന ശുശ്രൂഷ വളരെ മനോഹരമായി കഴിഞ്ഞു. എന്നെപ്പറ്റിയുള്ള ന്യൂസ് യൂറോപ്പിലെങ്ങും പകർന്നു. ഞാൻ ശക്തനായൊരു വചനപ്രഘോഷകനാണ് എന്ന് തുടർന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് അച്ഛൻ പറഞ്ഞ 5600 കണ്ടോളാൻ. ഇപ്പോൾ എല്ലാ എൻ്റെ ധ്യാനങ്ങളും 5000, 10000, 15000. എൻ്റെ ഏറ്റവും വലിയ പരിപാടി ബഞ്ചുഗോരയിലായിരുന്നു. 1,00,000 പേരുടെ ഒരു കൺവെൻഷൻ 5 ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തിയ ഒരു വലിയ കൺവെൻഷനായിരുന്നു അത് 2000-ൽ. പ്രിയമുള്ളവരെ, അങ്ങനെ യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഭാഷ അറിയാത്ത എന്നെ, ഈ മുറി ഇംഗ്ലീഷ് മാത്രമുള്ള എന്നെ കർത്താവ് കൊണ്ടുപോയി. ഏതെങ്കിലും വചനപ്രഘോഷകർ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു. ആത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നയിക്കുന്നെങ്കിൽ ഭാഷ ഒരു പ്രശ്നമല്ല, പണം ഒരു പ്രശ്നമല്ല. കർത്താവ് നയിക്കും, എല്ലാം കൊണ്ടു നടത്തും, എല്ലാം തരും കർത്താവ്, ഒന്നുകൊണ്ടും. പക്ഷേ വിദേശത്ത് ഞാൻ വചനം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, വിദേശത്തുള്ള ഇന്ത്യക്കാർക്കല്ല ധ്യാനം കൊടുക്കേണ്ടത്, വെള്ളക്കാർക്കാണ് എന്ന്. അത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. അവിടെ വെള്ളക്കാരുടെ കൂടെ പോയി അവരുടെ ആഹാരം ഭക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ പങ്കുകൊണ്ട് അവരെ കർത്താവിലേക്ക് ആനയിക്കണം. അപ്പോൾ എനിക്ക് തോന്നി, ഈ വെള്ളക്കാരൊരു കാലത്ത് വന്ന് ഭാരതത്തിൽ വചനപ്രഘോഷണം നടത്തി. വചനപ്രഘോഷണം മാത്രമല്ല, ഇങ്ങേറ്റം നമുക്ക് പണം തന്നു പോലും നമ്മുടെ സഭയെ വളർത്തി. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഒരു ബാധ്യസ്ഥതയുണ്ട്, കടമയുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കണം എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് കർത്താവ് എന്നെ ഇങ്ങനെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അയച്ചത്. ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്ക്, സ്ലോവാക്കിയ, ക്രൊയേഷ്യ, ബോസ്നിയ, പോർച്ചുഗൽ, സ്പെയിൻ, ജർമ്മനി, ഓസ്ട്രിയ, എല്ലാ രാജ്യങ്ങളിലും ഒരു രാജ്യം പോലും വിടാതെ കണ്ട് കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ നടത്തുവാൻ എന്നെ കർത്താവ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓരോ ആഴ്ചയിൽ ഒരു ധ്യാനം, അതായത് എൻ്റെ പ്രോഗ്രാം. ഉദാഹരണമായിട്ട് വ്യാഴം, വെള്ളി, ശനി, ഞായർ ധ്യാനം. തിരിച്ചു വരും, എൻ്റെ മുറി വരും, തുണിയൊക്കെ കഴുകും, അല്പം റിലാക്സ് ചെയ്യും, എഴുത്തുകൾക്കൊക്കെ മറുപടി കൊടുക്കും, ഇമെയിൽ അയക്കും. ആരെഴുതിയാലും അവർക്ക് മറുപടി കൊടുക്കുക എൻ്റെ സ്വഭാവമാണ്. കൈകൊണ്ടായാൽ എഴുതുന്നത്, അല്ല ഇമെയിൽ, രണ്ടും. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ യൂറോപ്പിൽ മാത്രം ഒതുക്കി നിർത്താൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഗൾഫ് നാടുകൾ കടന്നു ചെന്ന് തദ്ദേശീയരായ അറേബ്യൻ ജനതകൾക്കിടയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ ഒരുക്കി. ജീവന് നേരെയുള്ള ഭീഷണികൾ വകവെക്കാതെ അദ്ദേഹം ഗൾഫ് നാടുകളിൽ സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി പേരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. 96-ൽ ഗൾഫിലുള്ള മലയാളികളും മംഗലാപുരംകാരും എന്നെ ധ്യാനത്തിന് വിളിക്കുന്നു. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷുമുള്ള ധ്യാനം. പോകാനായിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ എയറോപ്ലെയിനിൽ ഇരുന്ന ഒരു മുസ്ലിം എൻ്റെ തൊട്ടടുത്ത്, ഞാനൊരു കത്തോലിക്ക വൈദികനാണെന്നറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മാതാവിൻ്റെ അപ്പനെയും അമ്മയും ഹന്ന ആൻഡ് യോവാക്കിം അടക്കിയിരിക്കുന്ന ടൂമ്പ്, കബറിടം കാണാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഉണ്ട്. അന്നും പറഞ്ഞു, അത് വിശുദ്ധ നാട്ടിലല്ല, ഞങ്ങളുടെ നാട്ടിലാണ്, സലാലയിലാണ് എന്ന്. അപ്പോൾ ചുരുക്കി ഞാൻ പറയാണ്, എന്നെ സലാലയിൽ കൊണ്ടുപോയി. അവിടെ അന്ന യോവാക്കിൻ്റെ ഒരു ശവകുടീരമുണ്ട്. അവിടെ കുറേ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ വെച്ചാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പുസ്തകം മേടിച്ചു ചോദിച്ചു, ഇതെന്താ? അപ്പോൾ പറഞ്ഞു, പ്രാർത്ഥനാ പുസ്തകമല്ല, ഖുറാനിൽ യേശുവിനെയും മറിയത്തെപ്പറ്റി പറഞ്ഞ ഭാഗങ്ങൾ ഞങ്ങൾ ഇത് എഴുതിയിരിക്കുന്നു. അത് വായിക്കുമ്പോൾ അത്ഭുതം നടക്കും, ഞങ്ങൾക്ക് രോഗശാന്തി കിട്ടും, കൃപ കിട്ടും, ഇതെല്ലാം പറയാൻ തുടങ്ങിയ ആൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? യോവാക്കിം അന്നായോടോ? അപ്പോൾ അയാളുടെ ആൾ എന്നോട് ചോദിച്ചു, അവരാരാന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഈ മുസ്ലിങ്ങൾ ഓർത്ത് ഞാനൊരു ഹിന്ദുവാണ്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പം, ക്രിസ്ത്യാനി എന്നറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ അന്നാ യോവാക്കിം ആരാണെന്ന് അറിയാമോ എന്ന്. ഞാൻ മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ലോകത്തിൽ ജീവിച്ചിരുന്ന അതിവിശുദ്ധയായ അമലോത്ഭയായ കന്യകയായ മറിയത്തിൻ്റെ അപ്പനും അമ്മയുമാണ്. ആ കന്യകയിൽ നിന്നാണ് യേശു എന്ന പ്രവാചകൻ ജനിച്ചത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ലോകത്ത് 2 പേർ മാത്രമേ ഉള്ളൂ ഈബിലീസ്, അതായത് പിശാച് തൊടാത്തവർ. പ്രവാചകനായ യേശുവും അവൻ്റെ അമ്മ മറിയവുമാണ് എന്ന്. ഞാൻ സത്യത്തിൽ വികാരം കൊണ്ട് കരഞ്ഞു. ഞാനപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് എങ്കിൽ നിങ്ങൾ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൂടാ? എന്തിന് ഈശോയുടെ വലിയപ്പനോടും വലിയമ്മയോടും പ്രാർത്ഥിക്കുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അരിശമായിരുന്നു മുഖത്ത് കണ്ടത്.
അപ്പോൾ പറഞ്ഞെന്താണെയോ, ഇപ്പോൾ യേശുവും അമ്മയും ക്രിസ്ത്യാനികളുടെ കുത്തകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു. അവർ ക്രിസ്തുവിനെ അനുകരിക്കാതെ കൊല ചെയ്യുന്നവരാണ്. യേശു പ്രവാചകൻ പറഞ്ഞു സ്നേഹിക്കുവാൻ. എന്നാൽ അവർ പല ഗഡുക്കളായി ഞങ്ങൾ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. ഇപ്പോഴും ഗൾഫ് യുദ്ധം വഴി, അന്ന് ഗൾഫ് യുദ്ധം നടക്കാമെന്ന് ഓർക്കണം, ഞങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, കൊലപാതകളാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്നു. ഞാൻ മുട്ടുമേ നിന്ന് കരങ്ങൾ വിരിച്ചു പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു പുരോഹിതനാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ഒരമ്മ വന്ന് പറഞ്ഞു, താൻ ഞങ്ങൾക്കൊന്നും ദ്രോഹം ചെയ്തില്ല, തൻ്റെ ജാതിയിൽപ്പെട്ടവർ, മതത്തിൽപ്പെട്ടവരാണ് ഞങ്ങളെ കൊന്നൊടുക്കിയത്, ഞങ്ങളുടെ പൂർവികന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കൂ. പലരുടെയും കണ്ണിക്കൂടെ കണ്ണീരൊഴുകുന്ന കണ്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സമയമായി ദുബായ് പള്ളിയിൽ ധ്യാനത്തിന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം, ഫ്ലൈറ്റിന് സമയമായി. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ കുരിശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലി. പ്രിയമുള്ളവരെ, അതിനുശേഷം ദുബായ് പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ അതിൽ 33 പേർ വന്ന് സംബന്ധിക്കുന്നു. അതെ, അവരെ വികാരിച്ചൻ പള്ളിയിൽ നിന്ന് പുറത്താക്കി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ. കാരണം മുസ്ലിങ്ങൾക്ക് നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാനോ അനുവാദമില്ല. അപ്പോൾ ചുരുക്കി പറയുന്നു, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മരുഭൂമിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒന്നിച്ചുകൂടെ, ഞാൻ വന്ന യേശുവിനെ പറ്റി പറയാം. അങ്ങനെ ഒരു ഡെസേർട്ടിൽ, മരുഭൂമിയിൽ അവർ 256 പേർ ഒന്നിച്ചുകൂടി. അവരോട് ഞാൻ വചനം പ്രഘോഷിച്ചു. അവർ യേശുവിനെ സ്വീകരിച്ചു. ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതായിരുന്നു ആദ്യമായിട്ടുള്ള എൻ്റെ മുസ്ലിം എൻകൗണ്ടർ, മുസ്ലിമായിട്ടുള്ള ബന്ധപ്പെടൽ. അതിനുശേഷം 22 വർഷക്കാലം പ്രിയമുള്ളവരെ തുടർച്ചയായിട്ട് 3 മാസം, ചിലപ്പോൾ 2.5 മാസം ഞാൻ ഗൾഫ് കൺട്രികളിലാണ്. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പോയി മുസ്ലിം കൂടി നേരിട്ട് വചനം പ്രഘോഷിച്ചു. അറേബ്യൻ നാടുകളിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഒട്ടേറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. സാഹചര്യങ്ങൾ ഇത്രയേറെ അപകടം നിറഞ്ഞതായിട്ടും ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ തുടർന്നു. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി, മരിക്കുന്നെങ്കിലും ക്രിസ്തു സുവിശേഷത്തിന് വേണ്ടി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിടിക്കപ്പെട്ടപ്പോഴൊക്കെ അത്ഭുതകരമായ വിധത്തിൽ ദൈവിക സംരക്ഷണം ലഭിച്ച അനുഭവങ്ങളാണ് ജെയിംസ് മഞ്ഞാക്കലിന് ഉണ്ടായത്. ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് ഞാൻ എടുത്തിയാട്ടമായിരുന്നു എൻ്റെ അവിവേകം കൊണ്ട്. അതുകൊണ്ട് ഉദാഹരണമായിട്ട് ഒരിക്കൽ എന്നെ പിടികൂടി. അവരുടെ ലീഡേഴ്സിനെ പിടിച്ച് ഞാൻ ഒരു മുറിയിൽ 46-48 പേർക്ക് ഒരു ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് എൻ്റെ പറ്റി എനിക്കറിയാം. എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ മുറിയിലാക്കി. അത് കഴിഞ്ഞ് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭയങ്കരമാണ്. ഞാൻ ഗൾഫിൽ പ്രവർത്തിക്കാൻ പോയപ്പോൾ ആദ്യം പരിശുദ്ധാത്മാ പറഞ്ഞു, നീ എപ്പോഴും ഒരു ബൈബിൾ എടുത്താലും കൂടെ ഒരു ഖുറാനും ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം വിസമ്മതിച്ചു. എൻ്റെ ഈശോ എന്തിനാ ഈ ഖുറാൻ വഹിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ ബൈബിൾ പോരെ? ഇല്ല, കീപ്പ് എ ഖുറാൻ വിത്ത് യു. പ്രിയമുള്ളവരെ, എന്നെ അറസ്റ്റ് ചെയ്തു. എന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ 4-ാം പൊക്കം കൊണ്ടുപോയി. ആ 4 ദിവസവും ആഹാരം കിട്ടിയിട്ടില്ലായിരുന്നു. 4-ാം പൊക്കം എന്നെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ വാദിച്ചു എൻ്റെ കേസ്. പറഞ്ഞു, ബൈബിളിലൂടെ ഖുറാൻ കൂടുതൽ വ്യക്തമാക്കി തരുകയായിരുന്നു ഈ പ്രൊഫസർ എന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് എന്നോട് ചോദിച്ചു, കൈ ഖുറാൻ ഉണ്ടോ എന്ന്. ഞാൻ എൻ്റെ സഞ്ചിയിൽ നിന്ന് ഖുറാൻ പൊക്കി കാണിച്ചു. അയാൾ പറഞ്ഞു, പോകാം. ഓരോ ചോദ്യോത്തരവും നടന്നില്ല, ഒരു കൂലങ്കഷമായ ചോദ്യം ഉണ്ടായില്ല. ഖുറാൻ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി പൊക്കോളാൻ. അപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഖുറാനും കൊണ്ടേ പോകാനുള്ളതെന്ന്. ഹല്ലേലൂയ. അതുപോലെ വേറൊരിക്കൽ മെഡ്ജുഗോരയിലെ ധ്യാനം 2000 കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പുണ്യ പുരോഹിതനായിരുന്ന മെഡ്ജുഗോരയിലെ കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന സ്ലാവ്കോ എന്ന് പറയുന്ന ഒരു വൈദികനുണ്ടായിരുന്നു. ഒരു ഫ്രാൻസിസ്കൻ വൈദികനാണ്. അദ്ദേഹം മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന്. അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് ആളുകൾ കരുതുന്നു. അദ്ദേഹം എനിക്ക് 1000 കൊന്തകൾ തന്നു. എന്നിട്ട് പറഞ്ഞത്, ഇന്ത്യക്കാർക്കല്ല അച്ഛ, ഇത് മുസ്ലിങ്ങൾക്കുള്ള. അച്ഛൻ അടുത്ത ആഴ്ച പോകുന്നുണ്ടല്ലോ സൗദിക്ക്, ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി ഉള്ളി ഭയം ഉണ്ടായിരുന്നു. 1000 കൊന്തയും കൊണ്ട് പോയി. എന്നെ എക്സ്റേയിൽ പിടിച്ചാൽ, എയർപോർട്ടിൽ പിടിച്ചാൽ ഭീകര ശിക്ഷ ഉണ്ടാകാൻ ഇടയുണ്ടല്ലോ എന്നായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എടുക്കാനാണ് പറഞ്ഞത്. എയർപോർട്ടിൽ വെച്ച് കൊന്ത പിടിച്ചു, പൊട്ടിച്ചു. അവർ ചോദ്യമൊന്നും ചോദിച്ചില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് എയർപോർട്ടിലെ ജയിലിലാക്കി. ഏകദേശം 17 പേര് കിടക്കുന്ന ഒരു ചെറിയ മുറി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴെല്ലാം ഞാൻ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും നിരാശപ്പെടില്ല, സങ്കടപ്പെടില്ല. എനിക്കറിയാം, വചനപ്രഘോഷത്തിന് പോയാൽ കർത്താവിനൊരു വഴിയുണ്ട്.
ആ വഴി നമുക്കറിയാൻ പറ്റില്ല, കർത്താവ് നയിച്ചോളും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കേൾക്കുന്ന സ്വരം കക്കൂശിപ്പാന. വാസ്തവം പറഞ്ഞാൽ മൂത്രശങ്ക പോലും എനിക്കില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ എവിടെ ആയാലും പരിശുദ്ധാത്മാനെ ഒബേ ചെയ്യും, അനുസരിക്കും. ഞാൻ പെട്ടെന്ന് ഓടി കക്കൂശി ചെന്നു. മാസങ്ങളായി കഴുകാതെ കിടക്കുന്ന 17 ജയിൽ പുള്ളികൾ ഉപയോഗിക്കുന്ന കക്കൂസിനെ പറ്റി നിങ്ങൾക്ക് അനുമാനിക്കാം. ഞാൻ അവിടെ നിലത്ത് പടഞ്ഞിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ വീണ്ടും സ്തുതിച്ചു, ഈ നാറ്റവും മണവും എല്ലാം സഹിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്വരം കേട്ടു, നിന്റെ ട്രൗസർ പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിടാൻ. ദൈവമേ, എല്ലാം പോലീസ് കൊണ്ടുപോയി, എൻ്റെ ബൈബിളും എല്ലാം കൊണ്ടുപോയി. അവനെ നമുക്കൊരു അറസ്റ്റ് ചെയ്യുമ്പം അവൻ്റെ കയ്യിലുള്ള എല്ലാം പോലീസ് എടുക്കും. പിന്നെ കൈയിടാൻ പറഞ്ഞത്, ഞാൻ കൈയിട്ടപ്പോൾ ദൈവമേ, എനിക്കൊരു ചെറിയ മൊബൈൽ ടെലിഫോൺ ഉണ്ടായിരുന്നു, അത് പോലീസ് എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കയ്യിലെടുത്തോണ്ട് പറഞ്ഞു, ഈശോ എനിക്കൊരു നമ്പർ പറഞ്ഞുകൂടെ സൗദിയിൽ? എൻ്റെ തന്നെ നമ്പർ എനിക്കറിയത്തില്ല, നമ്പറിന് ഞാൻ വളരെ മോശമാണ്, എനിക്ക് നമ്പർ ഓർക്കത്തില്ല. അപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിച്ചു, ഭാഷാവർത്തി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ ഒരു വെള്ള കടലാസിൽ എന്നതുപോലെ ഇപ്രകാരം എഴുതിയിരുന്നു ഒരു നമ്പർ, ഒരു സൗദിയിലെ നമ്പർ. ഞാനത് കറക്കി നോക്കണമേ, റാന്നിക്കാരനായ ഒരു മാത്യു ആണ് സംസാരിക്കുന്നത് മലയാളത്തിൽ. സന്തോഷമുണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ 1000 കൊന്തയായിട്ട് വന്നു, ഞാനിവിടെ ജയിലിൽ കിടക്കുന്നു, എന്തെങ്കിലും വഴി എന്നെ രക്ഷിക്കണം. പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛനറിയാമല്ലോ, ഒരു കൊന്ത വരെ കൊണ്ടുപോയാൽ പിടിക്കാൻ പറ്റും, പിന്നെ 1000 കൊണ്ട് വന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മാത്യു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ കർത്താവിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോൺ കട്ടായിപ്പോയി. ഞാൻ വീണ്ടും ഡയൽ ചെയ്തു, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞത് മതിയെന്ന്. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജയിലിൽ നോക്കുന്ന ആൾ, ഗാർഡ്, എന്നെ ജയിലിൽ നിന്ന് ഇറക്കി ഒരു പ്രൈവറ്റ് മുറിയിൽ ഒരു സിംഗിൾ റൂം എനിക്ക് തന്നു. ആഹാരവും ഇടുന്നു. ഒന്നുമല്ല, മലയാളിക്ക് കൊടുക്കുന്ന ആഹാരം നല്ല ബിരിയാണി. അപ്പോൾ എനിക്ക് തോന്നി പുറത്തെന്തോ സംഭവിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നതാണ്. അവിടെ 3-ാം ദിവസം, അപ്പം നല്ല സുഖമായ മുറി, ആഹാരം. 3-ാം ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കും, തയ്യാറായിക്കൊള്ളാൻ. ഞാൻ ഓർത്ത് എന്നാ തയ്യാറാക്കാനാണ്? സത്യം പറഞ്ഞാൽ തല പോയെന്ന് വരാം. സത്യം പറയാതിരിക്കാൻ ഞാൻ തയ്യാറുമല്ല. എനിക്കറിയാം, അസത്യം പറഞ്ഞാൽ ഈശോ കൂടെ കാണുകയില്ല, പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. ഞാൻ കള്ളം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ കള്ളം പറയാൻ കൂട്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. സത്യം പറയുക, ഞാൻ എൻ്റെ മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടി കൊണ്ടുവന്ന 1000 കൊന്തകളാണ് എന്ന് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്തും സംഭവിക്കട്ടെ. കോടതിയിൽ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി ബാധിക്കാനായിട്ട് ഒരു വക്കീലുണ്ട്. അതെല്ലാം ആരോ അറേഞ്ച് ചെയ്തു. മിക്കവാറും ഈ മാത്യു ആയിരിക്കാം. ഈ മാത്യു ആരാരെന്ന് ചോദിച്ചാൽ ആറംകോയിൽ ജോലി ചെയ്യുന്നതാണ്, അമേരിക്കൻ മിലിറ്ററിയിൽ. അപ്പം അമേരിക്കൻ മിലിറ്ററിക്ക് അവിടെ ഒത്തിരി സ്വാധീനമുണ്ട്. ക്യാപ്റ്റൻ, ഒരു മിലിറ്ററി ക്യാപ്റ്റൻ, വെള്ളക്കാരൻ, അമേരിക്കക്കാരനാണ്. അവൻ വക്കീലാണ് എൻ്റെ കേസ് വാദിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്. അവൻ പറഞ്ഞു, ഈ 1000 കൊന്തകളും ഇവിടെയുള്ള അമേരിക്കൻ മിലിറ്ററിക്ക് കൊടുക്കാനായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നതാണ്. പാവത്തിന് അറിയത്തില്ലായിരുന്നു ഇവിടെ നിയമമുണ്ടെന്ന്. ഫാദർ ജെയിംസ് മെഡ്ജുഗോരയിൽ തീർത്ഥാടനത്തിന് പോയതാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ കൊടുത്തു വിട്ട കൊന്തയാണ്. ദയവായിട്ട് ആ കൊന്ത ഞങ്ങൾക്ക് തരണമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ വക്കീലിനെ ഞാൻ ഒരിക്കലും, ഈ ക്യാപ്റ്റനെ കണ്ടിട്ടില്ലാത്തവന് അന്നോർക്കണം. അവരുടെ കേസ് വാദിക്കുകയാണ്. ഈ കൊന്ത അവർക്ക് വേണ്ടി ഞാൻ അറിയാതെ കൊണ്ടുവന്നതാണെന്ന്. ഞാനവിടെ അനങ്ങാതെ നിന്നു. അപ്പോൾ ജഡ്ജ് കോടതി എന്നെ നോക്കി. ഞാൻ ചിരിച്ചു. അദ്ദേഹം ബെല്ലടിച്ചു. യു ക്യാൻ ഗോ, പോകാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഞാൻ പുറത്തിറങ്ങി വന്നു. കോടതിയിൽ നിന്ന് തന്നെ വിട്ടു. അപ്പോൾ ക്യാപ്റ്റനുമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ സുഹൃത്തുക്കളായി. അദ്ദേഹം കൊന്ത എനിക്ക് തന്നു. ആ കൊന്തയും കൊണ്ട് ഞാൻ മരുഭൂമി പോയി മുസ്ലിങ്ങൾക്ക് അത് കൊടുത്തു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവർത്തനം ഞാൻ പറയുകയാണ്. എന്തെല്ലാം വൈതരണികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരുമായിരുന്നു. ആ വൈതരണികൾ, ആ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് ആത്മാർത്ഥമായി 6 തവണ ഇപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു തവണ എന്നെ ചൂരവടിക്ക് പൂരി അടിച്ചു. എത്ര അടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരാണ്ട് പറഞ്ഞു 39 ആണെന്ന്. എന്തു ആട്ടെ. വേറെ തവണ ജയിലിൽ 13 ദിവസം ആഹാരമില്ലാതെ കിടന്നു. പ്രിയമുള്ള, ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, എന്നെ ഇവിടുന്ന് തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയതായിരുന്നു എൻ്റെ നോവിഷ്യേറ്റ് ഇതിനു വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ഉണ്ടായാലും ഞാൻ പിന്മാറിയിട്ടില്ലായിരുന്നു. പോകുമായിരുന്നു. എനിക്ക് ഈ രോഗം, ഗില്ലംബാരെ സിൻഡ്രോം വരുന്നതിന് മുമ്പ്
ഞാൻ സൗദിക്ക് പോകാൻ പാടില്ല, കാരണം സൗദി എന്നെ ഡിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല എന്നെപ്പറ്റി അവിടെ പത്രങ്ങളൊക്കെ വന്നു പിടികിട്ടാപ്പുള്ളിയായിട്ട്. അതുകൊണ്ട് സൗദി പോക്ക് നിർത്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകവുമായി മിസ്റ്റർ പൗലോസിന് സമാനമായ സുവിശേഷ തീക്ഷ്ണതയോടെ യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച് മുന്നേറുമ്പോഴാണ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ കഠിനമായ സഹനത്തിലൂടെ കടന്നുപോകാൻ ദൈവം അനുവദിച്ചത്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ മഞ്ഞാക്കലച്ചൻ പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങി. 2012 ഡിസംബർ മാസത്തിൽ ഞാൻ മ്യൂണിക്ക് ജർമ്മനിയിൽ എത്തിയപ്പോൾ ഭയങ്കര പനിയായിരുന്നു, വയറിളക്കമുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഡോക്ടർമാരൊക്കെ വന്ന് എനിക്ക് വേണ്ടുന്ന ചികിത്സ ചെയ്തു. എൻ്റെ പനി മാറി. ഞാൻ ബാഗ് പാക്ക് ചെയ്തു. 21-ാം തീയതി ഉച്ചയായപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈയും കാലും തളർന്നു. ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി. ആംബുലൻസിൽ ആശുപത്രി ചെല്ലുമ്പോൾ എൻ്റെ കഴുത്തറ്റം വരെ ഞാൻ തളർന്നു. അവിടെ ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തില്ല, കാരണം എനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. എൻ്റെ കൂടെയുള്ള ഗാബി എന്ന് പറയുന്ന ഒരമ്മയെപ്പോലെ എന്നെ ശുശ്രൂഷിക്കുന്ന ആ സ്ത്രീ തൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു, പക്ഷെ സമ്മതിക്കുന്നില്ല. ഏകദേശം 2 മണിക്കൂർ അകലെയാണ് ഡോക്ടർ റിച്ചി, ഗാബിയുടെ മകൻ, ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ മകനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ മനസ്സിലായി എൻ്റെ രോഗം ഗുരുതരമാണ് എന്ന്. അദ്ദേഹം ഫോണിലൂടെ, അവരുടെ ഭാഷ സ്പാനിഷ് ഭാഷയാണ്, സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞത് എനിക്ക് കുറേയെല്ലാം തിരിഞ്ഞു. എൻ്റെ രോഗം ഗുരുതരമാണ്, താമസിയാതെ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ അപ്പനും അമ്മയും മകനും കൂടെ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പെട്ടെന്ന് കാറിൽ ഓടിപ്പാഞ്ഞു വന്നപ്പോൾ എനിക്ക് കൈയും കാലും അനക്കത്തില്ല, നിൽക്കത്തില്ല. അദ്ദേഹം കയ്യിൽ കോരിയെടുത്ത് എന്നെ സാൽസ്ബൂർഗ്, ഓസ്ട്രിയയിലെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. അങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ എനിക്കൊരു അവസാനത്തെ കുർബാന ചെല്ലണമെന്ന് തോന്നി. അപ്പോൾ അവർ കാസായും പീരാസായും അപ്പവും വീഞ്ഞും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കൈ ഉയർത്താനോ സംസാരിക്കാൻ കഴിവ് കുറയായിരുന്നു. എങ്കിലും ഞാൻ 10-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു കുർബാന, എൻ്റെ അവസാനത്തെ ബലി അർപ്പിക്കുന്നു. അതോടുകൂടി ഞാൻ കോമായിൽ ആയി. അപ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു അതിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന്. 2 ആഴ്ച കോമായിൽ കിടന്നു. കോമായിൽ കഴിഞ്ഞ് തെളിഞ്ഞു. അപ്പോൾ ഞാൻ വെന്റിലേറ്ററിലാണ്. ഞാൻ പറഞ്ഞു 3 മാസം ആശുപത്രി കിടന്നു, ഓരോ ദിവസവും മരണം കാത്ത്. 3 മാസം കഴിഞ്ഞ് എന്നെ പലേറ്റീവ്, അതായത് മരിക്കാനുള്ളവർക്ക് ഉള്ള വാർഡ്, അങ്ങോട്ട് മാറ്റുന്നു. അപ്പോഴും എനിക്കറിയാം ഞാൻ കർത്താവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഈ ലോകത്തിലെ എൻ്റെ വചന ശുശ്രൂഷ തീർന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കിടക്കുന്നു. എൻ്റെ കൂടെയുള്ള പ്രാർത്ഥന ടീം, ഗാബി, മകന്, പിന്നെ 2 അച്ഛന്മാർ, എല്ലാവരും വളരെ പ്രാർത്ഥിച്ചു. ജർമ്മനിയിലും ഓസ്ട്രിയയിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലുമുള്ള എല്ലാ ആശുപത്രിയിലും വിളിച്ചപ്പോൾ പറഞ്ഞ് അവരെന്നെ എടുക്കുകയില്ലാന്ന്. കാരണം ഞാൻ വെന്റിലേറ്ററിലാണ്. മാത്രമല്ല 3-ാം തവണ എനിക്ക് ന്യൂമോണിയ വന്നു. അതുപോലെ അറിയാമല്ലോ, എല്ലാ ശരീരം മുഴുവൻ കേബിളാണ്, ട്യൂബാണ്. അങ്ങനെ ഒരു പേഷ്യൻ്റെ വേണ്ട. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഗാബി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു ദർശനം കിട്ടി. എവിടെയോ സ്പെയിനിൽ ഒരു പ്രത്യേക ആശുപത്രിയിൽ കർത്താവ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി. അവിടെ വിളിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ എങ്ങനെയും കൊണ്ടുവരുമെന്ന്. അപ്പോൾ എയർ ആംബുലൻസിൽ, നിങ്ങൾ ഓർക്കണം, സാൽസ്ബൂർഗിൽ നിന്ന്, ഓസ്ട്രിയയിൽ നിന്ന് ആംബുലൻസിന് പോകാൻ 35,000 യൂറോ ആയി ഒറ്റ ഫ്ലൈറ്റിന്. അങ്ങനെ അവിടെ എത്തി. അവിടെ വെച്ചാണ് സത്യം പറഞ്ഞാൽ എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത്. പിന്നെ കോർട്ടിസോൺ ട്രീറ്റ്മെൻറ്റ്, സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എനിക്ക് അതിനോടുകൂടി ഷുഗറും ആരംഭിച്ചു. സ്റ്റിറോയിഡ് എടുക്കുമ്പം അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് ഷുഗർ. അവിടെ വെച്ച് എൻ്റെ ഗില്ലാംബാരെ രോഗം മാറി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അനുഭവങ്ങളിലൂടെ ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ പരിശുദ്ധാത്മാവ് നയിച്ചു. മരണത്തിന്റെ വക്കോളം എത്തിയ അദ്ദേഹത്തിന് അത്ഭുതകരമായ സൗഖ്യത്തിലൂടെ സംസാരശേഷി തിരികെ കിട്ടി. നിശ്ചലനായി വെന്റിലേറ്ററിൽ കിടന്നിരുന്ന മഞ്ഞാക്കലച്ചനെ സ്വർഗവും നരകവും പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ സ്വർഗനരകങ്ങളെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വ്യക്തമായ അറിവിലേക്ക് വിശ്വാസികൾ നയിക്കാൻ ഇടയായി. അവിടെ 3 മാസം കിടന്നു. അപ്പോൾ എനിക്ക് അനക്കമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കൈയും കാലും അനക്കത്തില്ല. അവിടെ ഫിസിയോതെറപ്പി വളരെ കുറച്ചേ ഉള്ളൂ. അന്ന് ഒരു വലിയ അത്ഭുതം നടന്നു. 2013 പെന്തക്കോസ്തായുടെ ആഴ്ചയിൽ, ഈസ്റ്റർ കഴിഞ്ഞു. ഞാൻ ഒരു അച്ഛൻ വന്ന് എൻ്റെ അടുക്കിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ,
എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങനെ വചനത്തിനായിട്ട് മാറ്റിവെച്ചു. ഞാൻ ഇന്ന് വരെ അതേ ചെയ്തുള്ളൂ. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ, സത്യമായും വചനം പ്രഘോഷിച്ചു. ധാരാളം പേർ അങ്ങിലേക്ക് വന്നു. കർത്താവേ, ഇപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നു, അനക്കമില്ലാതെ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങ് സംസാരിക്കാൻ ശക്തി തരികയാണെങ്കിൽ കണിശമായിട്ടും കിടന്നുകൊണ്ടായാലും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടായാലും ഞാൻ വചനം പ്രഘോഷിക്കുമെന്ന് ഞാനിങ്ങനെ ഇത് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ പ്രകാശം വന്ന് എന്നെ വലയം ചെയ്തു. എൻ്റെ നാക്ക് ശബ്ദിക്കാനുള്ള ശക്തി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉച്ചത്തിൽ എന്നെ നോക്കുന്ന അമ്മയെപ്പോലെ പരിചരിക്കുന്ന പെറു എന്ന സ്ഥലത്തു നിന്നുള്ള ആ സ്ത്രീയെ വിളിച്ചു, ഗാബി എന്ന് വിളിച്ചു. മുരുപാതിര അവൾ ഓർത്തു അവൾ സ്വപ്നം കണ്ടാന്ന്. അവൾക്കറിയാമായിരുന്നു ഞാൻ സംസാരിക്കാൻ ശക്തിയില്ലെന്ന്. അവൾ ചാടി എഴുന്നേറ്റു. ഓടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഗാബി ഉറങ്ങിയോ? അവൾക്ക് വലിയ അതിശയമായിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട്. ഉടൻ തന്നെ ഡോക്ടർമാരെല്ലാം വന്നു. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഒളിപ്പിച്ചു കൂടി. ഞാൻ വിക്കി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് അതിശയമായിരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ ഞാൻ വിക്കി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് സംഭവിക്കും. ഞാൻ അവിടെ അന്നേരം പറഞ്ഞതാണ് മറിയത്തിൻ്റെ മംഗളവാർത്ത. ഗബ്രിയേൽ മാലാഹ വന്ന് മാതാവ് ഗർഭിണിയാകുമെന്നും യേശു പിറക്കുമെന്നും പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് സംഭവിക്കും. പ്രിയമുള്ളവരെ, ആ പിറ്റേ മെയ് മാസം മുതൽ ഞാൻ വീണ്ടും വചന പ്രഘോഷണം ആരംഭിച്ചു. തളർന്ന് വേദനിച്ച് കിടക്കുമ്പോൾ എൻ്റെ വചന ശുശ്രൂഷ തീർന്നു എന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവിന് നിശ്ചയമായിട്ടും എന്നെപ്പറ്റി ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടായിരുന്നു. ഞാൻ കോമയിൽ കിടക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ വെന്റിലേറ്ററിൻ്റെ കേബിൾ പൊട്ടിപ്പോയി. വെളുപ്പാങ്കാലത്ത്. ആ സമയത്ത് എനിക്ക് കാണാം, മോണിറ്ററല്ല, സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ബോധമുണ്ടല്ലോ. അപ്പം റെഡ് സിഗ്നൽ കണ്ടു, അലാമുണ്ട്, ആരും വരുന്നില്ല, ഒരു നേഴ്സുമാരും ഓടി വരുന്നില്ല. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവിച്ചാൽ അരമണിക്കൂറിന് 10 മിനിറ്റ് കൊണ്ട് ആൾ മരിക്കുമെന്ന്. അപ്പോൾ ഞാൻ മരണത്തിന് തയ്യാറായി കിടക്കുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കർത്താവിനെ സ്തുതിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ആണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ മരണാനന്തര ജീവിതം കണ്ടത്. അഥവാ ഞാൻ മരണത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്നത്. സ്വർഗവും നരകവും സ്തുതിയ സ്ഥലവും എല്ലാം ഞാൻ കണ്ടു. ആ അനുഭവത്തെപ്പറ്റി ഞാൻ തന്നെ എഴുതിയ പുസ്തകമുണ്ട്, ഐ സോ ഇറ്റേണിറ്റി, നിത്യത ദർശിക്കുന്ന നിമിഷം എന്ന പുസ്തകം. പരിശുദ്ധാത്മാവിന് സ്വയം വിട്ടുകൊടുത്ത ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത്. മഞ്ഞാക്കലച്ചൻ്റെ കൂടുതൽ ശുശ്രൂഷകളെക്കുറിച്ചും വീണ്ടും അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അതുവരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.